അപ്പോഴേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് വിരോധം ഉണ്ടോ എന്ന് ചോദിക്കാനാണ്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, അതായത് എൻ്റെ ഒപ്പം വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ, എൻ്റെ ഒപ്പം വരുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കുമല്ലോ. അല്ലെങ്കിൽ എന്താണ്, അത് എടുക്കുന്നതിൽ വിരോധമുണ്ടോ, അത് വാങ്ങുന്നതിൽ വിരോധമുണ്ടോ, അത് പറയുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ ഒരാളോട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണ്. കാരണം നമുക്ക് പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന സെൻറ്റൻസ് ആണ് കേട്ടോ അത്. കാരണം ഒരാളോട് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് അത്യാവശ്യമാണ്. അതിന് മുന്നേ ഉണ്ടല്ലോ മാർച്ച് 25 നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്കേ താഴെ കാണുന്ന ഈ നമ്പർ നോട്ട് ചെയ്യുക. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കാരണം 9387161514 നമ്മളുടെ പഴയ നമ്പർ, അതിൽ ഒരു വാട്സാപ്പിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതിൽ മെസ്സേജ് അയക്കുന്നത് കിട്ടുന്നില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ നമ്പറിൽ വേണം കോൺടാക്ട് ചെയ്യാനായിട്ട്. വാട്സപ്പ് ആയാലും വിളിക്കുകയാണെങ്കിൽ ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ മാർച്ച് 25 തുടങ്ങുന്ന ബാച്ചിലേക്ക്. പിന്നെ ഉള്ളത് ഏപ്രിലിലെ ബാച്ച്, കിഡ്സ് ബാച്ചിലേക്കും ഈ നമ്പറിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കാരണം ഏപ്രിൽ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. വെക്കേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളുടെ പുതിയ കിഡ്സ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യേണ്ടട്ടാ. സോ താല്പര്യമുള്ളവരെ ഈ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. കുട്ടികളെ വെറുതെ കളിച്ച് വിടാനായിട്ട് മാത്രം ഇരുത്തരുത്. ഒരു മണിക്കൂർ ഇതെന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു സ്ട്രെസ്സ് കൊടുക്കുന്നൊന്നുമില്ല. പകരം എന്താ, അവർക്ക് കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സസിലൂടെയാണ് അവരെ പഠിപ്പിക്കുന്നത്. സോ പറ്റുന്നവർ മാക്സിമം ജോയിൻ ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. വിരോധം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ വിരോധം ഉണ്ടോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വുഡ് യു മൈൻഡ് എന്നുള്ള വാക്കാണ് കേട്ടോ. വുഡ് യു മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരോധം ഉണ്ടോ എന്നാണ് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ പറയാം, നീ എൻ്റെ ഒപ്പം വരുന്നതിൽ നിനക്ക് വിരോധം ഉണ്ടോ? എങ്ങനെ ചോദിക്കും? വുഡ് യു മൈൻഡ് ആദ്യം ചേർക്കുന്നു, അതിനുശേഷം വരിക എന്നതിൻ്റെ ഇംഗ്ലീഷ് കം എന്നാണ്. അതിന് ING ഇടണം. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. വുഡ് യു മൈൻഡ് ചേർക്കുമ്പോൾ എപ്പോഴും ING ഇടണം കേട്ടോ. സോ വുഡ് യു മൈൻഡ് കമ്മിങ്, ആരോടൊപ്പം? എന്നോടൊപ്പം. ഒപ്പം എന്ന് ആഡ് ചെയ്യാനായിട്ട് ഏത് പ്രിപ്പോസിഷനാണ് നമ്മൾ യൂസ് ചെയ്യുക? വിത്ത് ആണ്. സോ വിത്ത് മീ, എന്നോടൊപ്പം. വുഡ് യു മൈൻഡ് കമ്മിങ് വിത്ത് മീ, എന്നോടൊപ്പം വരുന്നതിൽ വിരോധമുണ്ടോ? ക്ലിയർ ആണല്ലോ. അടുത്ത സെൻറ്റൻസ്, അവിടെ പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? അവിടെ പോകുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ? എങ്ങനെ ചോദിക്കും? വുഡ് യു മൈൻഡ് ആദ്യം ചേർക്കുന്നു അല്ലേ. പോകുന്നതിൽ വിരോധമുണ്ടോ? പോകുന്നതിൽ എന്നാ പറയുന്നത്. അപ്പോൾ പോവുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഗോ ആണ് അല്ലേ. അപ്പോൾ അതിന് ING ഇടണം. സോ ഗോയിങ്. സോ വുഡ് യു മൈൻഡ് ഗോയിങ് ദർ, വുഡ് യു മൈൻഡ് ഗോയിങ് ദർ. അവിടെ പോകുന്നതിൽ വിരോധമുണ്ടോ? ക്ലിയർ ആണല്ലോ. പിന്നെ അത് പറയുന്നതിൽ വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ് പറയുന്നതിൽ, പറയുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സേ ആണ്. ING ഇടുക, സെയിങ്. വുഡ് യു മൈൻഡ് സെയിങ് ദാറ്റ്. അത് പറയുന്നതിൽ വിരോധമുണ്ടോ? ക്ലിയർ ആണല്ലോ. വാങ്ങുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? അത് വാങ്ങുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? ഇങ്ങനെ ചോദിക്കും. വിരോധമുണ്ടോ നിനക്ക്? വുഡ് യു മൈൻഡ് വാങ്ങുന്നതിൽ, വാങ്ങുക എന്നതിന് ബൈ ആണ്. ING ഇടുക, ബൈയിങ്. അത്, ദാറ്റ്. സോ വുഡ് യു മൈൻഡ് ബൈയിങ് ദാറ്റ്. അത് വാങ്ങുന്നതിൽ വിരോധമുണ്ടോ? ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതും നമ്മളുടെ നാടൻ ഭാഷയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതും വളരെ സ്നേഹത്തോടു കൂടി യൂസ് ചെയ്യുന്നതായിട്ടുള്ള സെയിം സെൻറ്റൻസ് തന്നെ വേറെ രീതിയിൽ ഞാൻ പറഞ്ഞു തരട്ടെ. വിരോധം ഇല്ലെങ്കിൽ എൻ്റെ ഒപ്പം ഒന്ന് വരുമോ? വിരോധം ഇല്ലെങ്കിൽ ഇവിടെ ഒന്നിരിക്കുമോ? വിരോധം ഇല്ലെങ്കിൽ ഒരു ചായ കുടിച്ചാലോ എന്നൊക്കെ ചോദിക്കുമല്ലോ. വിരോധമില്ലെങ്കിൽ, ഇത് കുറച്ചും കൂടി സ്നേഹമുണ്ട് കേട്ടോ. മറ്റെന്ന് പറയുന്നത് ഒരാളോട് വളരെ ഒഫീഷ്യലായിട്ട് ചോദിക്കുകയാണ്. ഓക്കെ, നിനക്ക് വിരോധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കുറച്ച് അത്ര പരിചയമില്ലാത്തവരോടാണ്. നമ്മൾ കുറച്ചൊക്കെ പരിചയമുള്ള, കുറച്ചൊക്കെ സ്നേഹമുള്ളവരോടാണെങ്കിൽ നമ്മൾ ചോദിക്കും, വിരോധം ഇല്ലെങ്കിൽ ഒരു ചായ കുടിച്ചാലോ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു ചായ കുടിച്ചാലോ എന്നല്ലേ പറയുള്ളൂ. അങ്ങനെ വിരോധമില്ലെങ്കിൽ എന്ന് പറയാനായിട്ട് ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്നാണ് കേട്ടോ ചേർക്കുക. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ. അപ്പോൾ ഇഫ് യു ഡോണ്ട് മൈൻഡ്, വിരോധമില്ലെങ്കിൽ കമ്മിങ് വിത്ത് മീ. ഇഫ് യു ഡോണ്ട് മൈൻഡ് കമ്മിങ് വിത്ത് മീ, വിരോധം ഇല്ലെങ്കിൽ എൻ്റെ ഒപ്പം വരുമോ? ഇഫ് യു ഡോണ്ട് മൈൻഡ് ഗോയിങ് ദർ, വിരോധം ഇല്ലെങ്കിൽ അവിടെ ഒന്ന് പോവോ? ഇഫ് യു ഡോണ്ട് മൈൻഡ് ബൈങ് ദാറ്റ്, വിരോധം ഇല്ലെങ്കിൽ അതൊന്ന് വാങ്ങുമോ? ഇഫ് യു ഡോണ്ട് മൈൻഡ് സെയിങ് ദാറ്റ്, വിരോധം ഇല്ലെങ്കിൽ അതൊന്ന് പറയുമോ എന്നൊക്കെ നമ്മൾ ഒരാളോട് വിരോധമില്ലെങ്കിൽ എന്ന് പറയാനായിട്ട് ഇഫ് യു ഡോണ്ട് മൈൻഡ് ചേർത്തതിന് ശേഷം എന്താണോ നിങ്ങൾക്ക് സഹായം വേണ്ടത് അത് ING ഫോമിൽ ഇട്ടാൽ മതി. ഇനി നമുക്ക് രണ്ടെണ്ണം കൂടിയും കൊളാബ് ചെയ്ത്, അല്ലെങ്കിൽ രണ്ടും കൂടിയും ഒന്നും കൂടി നമുക്ക് നോക്കാം ഒരു സെൻറ്റൻസ് എടുത്തുകൊണ്ട്. അപ്പോൾ ഞാനൊരാളോട് പറയാമെന്ന്, ചായ കുടിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ?
ഹാവ് എ ടീ എന്നാണ് അല്ലേ. കുടിക്കുക കഴിക്കുക എന്നതിനൊക്കെ നമ്മൾ ഹാവ് എന്നുള്ള പ്രവൃത്തി വെച്ചിട്ടാണ് പറയുക. സോ ഹാവ് എ ടീ, ചായ കുടിക്കുക. അപ്പോൾ ആദ്യം തന്നെ വുഡ് യു മൈൻഡിൽ കൊടുക്കുക, രണ്ടാമത് ഇഫ് യു ഡോണ്ട് മൈൻഡിൽ കൊടുക്കുക കേട്ടോ. വുഡ് യു മൈൻഡിൽ ഞാൻ പറയാൻ പോവുകയാണേ. വുഡ് യു മൈൻഡ് ഹാവിങ് എ ടീ? വുഡ് യു മൈൻഡ് ഹാവിങ് എ ടീ? ING ഇടണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. വുഡ് യു മൈൻഡ് ഹാവിങ് എ ടീ? വിരോധമുണ്ടോ ഒരു ചായ കുടിക്കാൻ? വിരോധമുണ്ടോ ഒരു ചായ കുടിക്കാൻ? വിരോധമുണ്ടോ? ക്ലിയർ ആക്ക്. വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ്, വിരോധമുണ്ടോ ഒരു ചായ കുടിക്കാൻ? നെക്സ്റ്റ്, ഇഫ് യു ഡോണ്ട് മൈൻഡ് ആണെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഹാവിങ് എ ടീ? വിരോധമില്ലെങ്കിൽ, മറ്റത് വിരോധമുണ്ടോ. ഇഫ് യു ഡോണ്ട് മൈൻഡ് വിരോധമില്ലെങ്കിൽ ഹാവിങ് എ ടീ? വിരോധമില്ലെങ്കിൽ ഒരു ചായ കുടിച്ചാലോ? ക്ലിയർ ആണല്ലോ. വുഡ് യു മൈൻഡ് ഹാവിങ് എ ടീ ആണെങ്കിൽ ഒരു ചായ കുടിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ, വിരോധമുണ്ടോ? ഇഫ് യു ഡോണ്ട് മൈൻഡ് ആണെങ്കിൽ ഒരു ചായ കുടിക്കുന്നതിൽ വിരോധമില്ലെങ്കിൽ ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിക്കുന്നതാണ് ഇഫ് യു ഡോണ്ട് മൈൻഡ്. ക്ലിയർ ആണല്ലോ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. കാരണം നമുക്ക് പുറത്തിറങ്ങിയാലൊക്കെ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ആളുകളോട് ചോദിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരു ഓഫർ കൊടുക്കുക അല്ലേ. മറ്റുള്ളവർക്ക് ഒരു ഓഫർ കൊടുക്കുന്നത് പല രീതിയിൽ നമുക്ക് കൊടുക്കാം. ഒന്നെന്ന് പറയണത് വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിലും, രണ്ടെന്ന് പറയണത് കുറച്ചും കൂടി സ്നേഹത്തോടെയും കൊടുക്കുക. ഞാനെപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഇഫ് യു ഡോണ്ട് മൈൻഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനുള്ളത്. സോ പഠിക്കൽ മാത്രമല്ല, പ്രാക്ടീസ് ചെയ്യുക, സംസാരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക. ചുമ്മാ നിങ്ങൾ പേടിച്ചും അടുത്തുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും നമ്മളെ സഹായിക്കാനായിട്ടൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലാസ്സുകളൊക്കെ പഠിക്കുക, പെട്ടെന്ന് തന്നെ അത് പ്രാക്ടിക്കലാക്കുക, പെട്ടെന്ന് തന്നെ അത് ഉപയോഗിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മാക്സിമം പറ്റുന്നവർ ഈ 2 മാസത്തെ വെക്കേഷൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് സ്റ്റാർട്ട് 6 മാസത്തെ കോഴ്സാണ് നമുക്കുള്ളത്. 2 മാസത്തിൽ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് നിർത്തില്ല അല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് ഉണ്ടാവുക. തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കംപ്ലീറ്റ് ആകും, മുന്നോട്ടുള്ള ലൈഫിലേക്ക് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ആശംസിക്കുകയാണ് കേട്ടോ. സോ താങ്ക് യു. English Bus. Learning Simplified.